ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വേനൽക്കാലത്തും തണുപ്പ് കാലത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബദാം മിൽക്ക് തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് നല്ല ടേസ്റ്റിയുമാണ്, നല്ല ഹെൽത്തിയുമാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഡ്രിങ്കാണ്. അപ്പോൾ നോക്കാം എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന്. ബദാം മിൽക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 18 ബദാമാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം 20 ഗ്രാം വരും. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് 10 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ പെട്ടെന്ന് കുതിർന്ന് കിട്ടും. നമുക്കിതിൻ്റെ തോലൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തോല് ഇതുപോലെ ഇളക്കി കളയാം. എല്ലാ ബദാമിൻ്റെയും തോലിളക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. ഇതിലോട്ട് നമുക്ക് 1/4 കപ്പ് ചൂടുള്ള പാൽ കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് അരച്ചെടുക്കാം. 10 മിനിറ്റ് മാറ്റി വയ്ക്കുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കുതിർന്ന് വരും. അപ്പോൾ എളുപ്പത്തിൽ അരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഇതുപോലെ സ്മൂത്തായിട്ട് അരച്ചെടുക്കുക. ഇനി നമുക്ക് വേണ്ടത് 1/2 ലിറ്റർ പാലാണ്. ഒരു ചുവട് കെട്ടിയുള്ള പാത്രത്തിൽ പാലൊഴിക്കുക. വെള്ളം ചേർക്കാത്ത പാലാണേ. 250 ml കപ്പാണെങ്കിൽ 2 കപ്പ് പാലെടുക്കുക. ഇനി തീ മീഡിയത്തിലോട്ട് വയ്ക്കുക. പാലൊന്ന് തിളച്ച് വരണം. ഇപ്പോൾ പാല് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് അരച്ച് വെച്ചിരിക്കുന്ന ബദാം ചേർത്ത് കൊടുക്കാം. 3 ഏലക്ക ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കാം. 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ കുറച്ച് മധുരം ഉള്ളതായിരിക്കും ഇഷ്ടം. പിന്നെ ഡയബറ്റീസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ മധുരം ഒഴിവാക്കാം. അല്ലാതെ തന്നെ നമുക്ക് കുടിക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഞാൻ ഇതിലോട്ട് ഒരു നുള്ള് കുങ്കുമപ്പൂവ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ചേർത്ത് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റും പിന്നെ പാലിനൊരു യെല്ലോ കളറൊക്കെ കിട്ടും. തീ ഇപ്പം മീഡിയത്തിലാണ് വെച്ചിരിക്കുന്നത്. ഇനി നമ്മളിത് 15 മിനിറ്റ് വേവിച്ചെടുക്കണം. പാലൊന്ന് കുറുകി വരണം. ഇതേപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. അടിയിൽ പിടിക്കരുത്. സൈഡിൽ ഇതുപോലെ പറ്റി പിടിച്ച് വരുന്നത് തവി കൊണ്ട് ഇതുപോലെ ആക്കിയിട്ട് പാലിലോട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പാല് കുറുകി വന്നിട്ടുണ്ട്. ചെറിയൊരു മഞ്ഞ കളറൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുങ്കുമപ്പൂവില്ല, മഞ്ഞ കളർ വേണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി. മഞ്ഞൾപ്പൊടി കൂടിപ്പോകരുത്. കൂടിപ്പോയാൽ ഒരു കുത്തുന്ന ടേസ്റ്റ് വരും. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് 1/2 ടീസ്പൂൺ റോസ് വാട്ടറും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതും ഓപ്ഷണലാണ്, പക്ഷേ ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നിങ്ങൾക്കിത് 2 തരത്തിൽ സെർവ് ചെയ്യാം. ചൂടുകാലത്താണെങ്കിൽ നമുക്ക് നന്നായിട്ട് തണുപ്പിച്ചിട്ട് വിളമ്പാം. അല്ലെങ്കിൽ തണുപ്പ് കാലത്താണെങ്കിൽ ഇതുപോലെ ചൂടോടെ തന്നെ വിളമ്പാം കേട്ടോ. ഇവിടെ ഇപ്പോൾ തണുപ്പാണ്, അതുകൊണ്ട് ഞാൻ ചൂടോടെയാണ് കഴിക്കാൻ പോകുന്നത്. വേനൽക്കാലത്താണെങ്കിൽ ഇതുണ്ടാക്കിയതിന് ശേഷം ചൂട് മാറാൻ വേണ്ടിയിട്ട് വയ്ക്കുക. ചൂട് മാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് കുടിക്കാം. ഇത് നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോഴും തയ്യാറാക്കാൻ പറ്റിയ ഡ്രിങ്കാണ്. അല്ലാതെ തന്നെ വീട്ടിലുള്ളവർക്കൊക്കെ എപ്പോഴും കുടിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണ്. അപ്പോൾ ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.